Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Ittaqullaha haythuma kuntum. ഏറെ സ്നേഹമുള്ള ആദരണീയരായ ബഹുമാന്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തിൻ്റെ സക്രിയരായ സജീവരായ പ്രവർത്തകന്മാരെ, അനുഭാവികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ മനോഹരമായ ഒരു സദസ്സാണ് ഈ സദസ്സ്. എൻ്റെ ഗുരുനാഥൻ കൂടിയായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരാണ് ഇവിടെ ആദ്യമായി അല്ലെങ്കിൽ ആദ്യത്തെ സംസാരം നിർവഹിക്കേണ്ടിയിരുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് യാത്ര പോകേണ്ടി വന്നതുകൊണ്ട് അതിന് പകരം ഇവിടെ ഇൽമിയായ ഒരു സദസ്സ്, ഒരു സംസാരം നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹൻളല എന്ന ഒരു സഹാബിയെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, റളിയല്ലാഹു അൻഹു. ആ സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യുദ്ധക്കളത്തിലേക്കുള്ള ഇറക്കവും യുദ്ധഭൂമിയിൽ വെച്ച് അദ്ദേഹം ഷഹീദാകുന്ന ചിത്രവുമൊക്കെ ചരിത്രത്തിൽ നിന്ന് കേട്ടവരാണ് നമ്മൾ. ഇവിടെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട്, ഇൽമുമായി ബന്ധപ്പെട്ട് അത് പഠിക്കാൻ ഞാനും നിങ്ങളും പ്രേരിതരാവണം എന്ന നിലക്ക് ഒരു കൊച്ചു സംസാരമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. ഇതൊരു തുടക്കമെന്ന നിലക്ക് ദീർഘമായ സംസാരത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഹൻളല എന്ന് പറയുന്ന മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബ കിറാമും യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും, അദ്ദേഹം തൻ്റെ പുതുമണവാട്ടിക്ക് സമ്മാനിക്കാനുള്ള ഡ്രസ്സ് കക്ഷത്തിൽ വെച്ച് നടന്നു പോകുന്നത് സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും കണ്ടു എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്ന ആ ദിവസം പുറപ്പെടാനുള്ള യുദ്ധനീക്കത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിയില്ല, അദ്ദേഹത്തോട് പറഞ്ഞില്ല. അവിടെ പറയുന്ന ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു കാരണം പറയാനാണ് ഞാൻ ആ മഹാനായ സഹാബിയുടെ പേര് ഇവിടെ സ്മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞത് അദ്ദേഹത്തെ വിളിക്കേണ്ടതില്ല. ഒന്ന്, ഇന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായി ഒരു സഹോദരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദിവസമാണ്. രണ്ട്, ആരെങ്കിലും ഇൽമ് അന്വേഷിച്ചു വന്നാൽ പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളുടെ കൊച്ചു സംഘത്തിൽ അദ്ദേഹം ഉണ്ടാവട്ടെ. യുദ്ധഭൂമിയിലേക്ക് ആളുകൾ പോകുമ്പോൾ എല്ലാവരും, അവിടെയുള്ള മുഴുവൻ ആളുകളും അതിലേക്ക് നീങ്ങിയാൽ സർവശക്തനായ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ട് ഒരാൾ വന്നാൽ അവർക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരു കൊച്ചു ടീം
അല്ലെങ്കിൽ ഒരാളെങ്കിലും ആ പ്രദേശത്ത് ഉണ്ടാകണമെന്നത് നമ്മെ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു വൈകാരികമായ തലത്തിലേക്കാണ് ആ ചരിത്രം പോകുന്നത്. മഹാനായ സഹാബി ഈ വിവരം അറിഞ്ഞു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, തൻ്റെ ഇണയുമായി, തൻ്റെ പങ്കാളിയുമായി കുടുംബജീവിതത്തിന് തുടക്കം കുറിച്ചു. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ആ സമയം അവർ ഉപയോഗിച്ചു. അവർക്ക് ഹലാലായ ഒരു ജീവിതമാണത്. പക്ഷെ എല്ലാവരും യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ട വിവരം മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ ഹൻദല തന്റെ ഭാര്യയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സഹാബ കിറാമിന്റെ കൂട്ടുകാരൊക്കെ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഞാനും അങ്ങോട്ട് പോവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഞാൻ നിന്റെ കൂടെ ചിലവഴിച്ചിട്ടുള്ളത്. നീ സമ്മതിക്കുകയാണെങ്കിൽ സർവശക്തനായ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക് പുറപ്പെട്ട സഹാബ കിറാമിന്റെ കൂടെ ഞാനും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശത്രുക്കൾ എന്നെ വെട്ടി എന്റെ കയ്യും കാലുമൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ യുദ്ധഭൂമിയിൽ ഞാൻ ബാക്കിയാവുകയാണെങ്കിൽ എന്റെ കൂട്ടുകാരുടെ സഹായത്തോടെ ഞാൻ ഇവിടെ തിരിച്ചെത്തും ഇൻഷാ അല്ലാഹ്. ഇല്ല, ശത്രുക്കളാൽ ഞാൻ ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴേണ്ടി വന്നാൽ, ഷഹീദാകാൻ ഒരു അവസരം ലഭിച്ചാൽ, നമ്മുടെ വിവാഹത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾ മാത്രം ജീവിച്ച നമ്മുടെ ഈ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുകയും പരലോകത്ത് നമുക്ക് വീണ്ടും ചേരാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. തന്റെ സഹധർമ്മിണിയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച് അവളെ ചേർത്തു പിടിച്ച് അവളുടെ സമ്മതം വാങ്ങി ഹൻദല എന്ന് പറയുന്ന മഹാനായ സഹാബി പുറപ്പെട്ടിറങ്ങിയ സഹാബത്തിന്റെ കൂടെ ഓടി എത്തുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നു, ആ യുദ്ധക്കളത്തിൽ അതിന്റെ ആദ്യ വരികളിൽ തന്നെ മഹാനായ സഹാബി ഹൻദല സ്ഥാനം പിടിക്കുകയും അദ്ദേഹത്തിന്റെ കരങ്ങളാൽ ശത്രുക്കൾ മരിച്ചു വീഴുകയും ഒക്കെ ചെയ്തു. യുദ്ധം അവസാനിച്ച് ആ യുദ്ധത്തിൽ മരിച്ച സഹാബത്തിന്റെ ശുഹദാക്കളുടെ ശരീരം ആ യുദ്ധഭൂമിയിലുണ്ട്. പക്ഷെ ഹൻദല കടന്ന സ്ഥലത്ത് മാത്രം മണൽത്തരികൾ നനഞ്ഞിട്ടുണ്ട്. ഹൻദലയുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ഒറ്റി ഒറ്റി വീഴുന്നുണ്ട്. സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയമുന്നയിച്ചു. എന്താണ് ഹൻദലയുടെ ശരീരത്തിൽ മാത്രം ഇങ്ങനെ വെള്ളം നനഞ്ഞ അടയാളങ്ങൾ? അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിൽ നിന്ന് വെള്ളം ഒറ്റി വീഴുന്നു. അദ്ദേഹം മരിച്ചു കിടന്ന ഷഹീദായി കിടന്ന സ്ഥലത്ത് മണൽത്തരികൾ നനഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രവാചകരെ ഇങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ മൗനം പാലിച്ചു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അറിയിപ്പ് കിട്ടണം, എന്നാലേ ആ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഹൻദലയുടെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് വരുന്നു. അതിന്റെ സന്ദർഭവും സാഹചര്യവും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ടൊരു സംശയം ചോദിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ജ്യേഷ്ഠാനികന്മാരും ഞാനടക്കം, ഇവിടെ നേരത്തെ സംസാരിച്ച എൻ്റെ അനുജ സുഹൃത്ത് സഫ്വാൻ ബറാമി അടക്കം, ഉദ്ഘാടന സംസാരം നിർവഹിച്ച ബഷീർ സാഹിബ് അടക്കം, അധ്യക്ഷനടക്കം, നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ അറിവ് നേടിയിട്ടുള്ള സഹോദരിമാരും അടക്കം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ കൊതിക്കുന്നത് ആ സ്വർഗത്തിന്റെ ഉന്നതമായ സ്വഭാവമാണ്.
അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹൻദലയുടെ ഭാര്യ ചോദിക്കുന്ന സംശയം ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് മുമ്പ് കേട്ട് പരിചയമുണ്ട്. ഇല്ല, ആർക്കെങ്കിലും ഇത് ആദ്യമായി കേൾക്കുന്നതാണെങ്കിൽ ഒരു ചിന്തനീയമായ ചോദ്യമാണ്. പരലോകത്തെ മാത്രം മുന്നിൽ കാംക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ മണിക്കൂറുകൾ മാത്രം ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു ഭർത്താവിന്റെ മരണം, അദ്ദേഹം ഷഹീദായി എന്ന വിവരം അറിയുമ്പോ ഇനി എനിക്കാരുണ്ട് എന്ന വെപ്രാളമല്ല ആ മഹദി കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന സംശയം ഇതായിരുന്നു: നബിയെ, അള്ളാഹുവിന്റെ ദൂതരെ, ഹൻദലയുടെ കൂടെ ഞാൻ ഏറെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നബിയെ. പക്ഷേ ഹൻദല എന്റെ സമ്മതപ്രകാരം നിങ്ങളോടൊപ്പം വന്നു ചേർന്ന യുദ്ധഭൂമിയിൽ ശത്രുക്കളാൽ അടരാടി ഈ ഭൂമിയിൽ വെച്ച് ഷഹീദായിരിക്കുകയാണ്. ഇനി എന്താ സംശയം? ഞാനും അദ്ദേഹവും തമ്മിൽ ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ചപ്പോ ഒരു ഭാര്യക്കും ഭർത്താവിനും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭാര്യ ഭർത്തൃ ബന്ധം ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങളോടൊപ്പം എത്തിച്ചേരാനുള്ള ധൃതിയിൽ നിങ്ങൾ കുറെ ദൂരം എത്തിയിട്ടുണ്ടാകുമോ എന്ന ആധിയിൽ എന്റെ പ്രിയങ്കരനായ ഹൻദല വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ചു വൃത്തിയായിട്ടില്ല നബിയെ. വലിയ ശുദ്ധിക്കാരനായി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹൻദല യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി ശത്രുക്കളാൽ പോരാടി ശത്രുക്കളുടെ വെട്ടയിട്ട് യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുമ്പോ, ഷഹീദാകുമ്പോ മറ്റുള്ള ശുഹദാക്കളുടെ പ്രതിഫലവും സ്ഥാനവും ഒരു വലിയ ശുദ്ധിക്കാരനായതുകൊണ്ട് എന്റെ ഹൻദലക്ക് നഷ്ടപ്പെടുമോ നബിയെ എന്നതായിരുന്നു ആദ്യ രാത്രിയിലെ മണിക്കൂറുകൾ മാത്രം പങ്കിട്ട ഹൻദലയുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. നബിയെ, ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ചോ? ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്നത് അന്വേഷിക്കാനാണോ വന്നത്? അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സങ്കടത്തിന്റെ വർത്തമാനങ്ങൾ പറയാനാണോ വന്നത്? അല്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആ കാരണം കൊണ്ട് കൂലി നഷ്ടപ്പെടുമോ, പ്രതിഫലം കുറഞ്ഞു പോകുമോ, മറ്റുള്ള ശുഹദാക്കളുടെ സ്ഥാനത്തെത്താതെ പോകുമോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാര്യം അതായിരുന്നുവല്ലേ. യുദ്ധഭൂമിയിൽ ഷഹീദായി വീണവരാരെയും കുളിപ്പിക്കാറില്ല. പക്ഷേ ഹൻദലയെ മാത്രം മലായികത്തുകൾ വന്ന് കുളിപ്പിച്ചതിന്റെ രഹസ്യം അതായിരുന്നു. അതുകൊണ്ട് ധൈര്യമായി മടങ്ങിക്കോളൂ. നിങ്ങളുടെ ഭർത്താവിനെ ആകാശത്തിന്റെ മേലാപ്പിൽ നിന്നിറങ്ങി വന്ന മലായികത്തുകൾ കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന സന്തോഷം ഹൻദലയുടെ പ്രിയപ്പെട്ട ഭാര്യയെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. ഞാൻ ഈ ചരിത്രത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത് അതിന്റെ പൂർണ്ണതയിലേക്ക്, ആ ചരിത്രത്തിന്റെ ഒരുപാട് വശങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ. നാഫഖ ഹൻദല എന്ന് പറയുന്നത് അദ്ദേഹമാണ്. നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ നനയും. അല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷകന്മാരുടെ, പ്രബോധകന്മാരുടെ, പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട്, സ്വർഗ നരകങ്ങളെ കുറിച്ച് ആലോചിച്ച്, വിചാരണയുടെ ലോകത്തെക്കുറിച്ചും ദിവസത്തെക്കുറിച്ചും ആലോചിച്ച്, ഞാനൊക്കെ എന്തു നേടി, എന്ത് സമ്പാദിച്ചു, എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങൾ അതേ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഇങ്ങനെ തികട്ടി വരുമ്പോ ഒരുപക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഈമാനിന്റെ ആ വെളിച്ചം കൊണ്ട് നമ്മുടെ കണ്ണ് നനഞ്ഞൊന്നു വരാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, അവർക്കെങ്ങനെ ഈ അർത്ഥത്തിൽ ചിന്തിക്കാനും മാറാനും സാധിച്ചു? നമ്മൾ എത്ര വിദൂരത്താണ് അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ. ഇവിടെ വന്നു ചേർന്ന ഓരോരുത്തരും തിരിഞ്ഞു പോകുമ്പോൾ, ഞാൻ പറഞ്ഞു കുറെ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പിരിഞ്ഞു പോകുമ്പോൾ ഒരാത്മവിചിന്തനത്തിന് ഈ ഒരു കൊച്ചു സംസാരം കാരണമാകണം, ഹേതുവാകണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇൽമു തേടി ഇറങ്ങിയവരാണ്. കൊച്ചു സൂറത്തിൽ വലാസുർ എന്ന അധ്യായത്തിലൂടെ
ഇൽമിന്റെ പ്രാധാന്യം, അതിന്റെ ദഅവത്തിന്റെ പ്രാധാന്യം, അത് പ്രാവർത്തികമാക്കുന്നതിന്റെ പ്രാധാന്യം, അതിലേക്ക് ആളുകളെ വിളിക്കുന്നതിന്റെ പ്രാധാന്യം ഒക്കെ നമ്മൾ കേട്ടവരാണ്. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഏകദേശം ഇവിടുത്തെ ചെയറുകൾ നിറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം പറ്റുമെങ്കിൽ നമ്മുടെ ഉദ്ഘാടകനെ തന്നെ കിട്ടുമെങ്കിൽ ഡേറ്റ് വാങ്ങി ഇന്നത്തെ നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. അന്ന് ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ പോകുന്ന വിധത്തിൽ ഇന്ന് നമ്മുടെ ഭാര്യ സഹധർമ്മിണി ഇപ്പുറം ഇരിക്കുന്ന സദസ്സിൽ വരാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അവളെയും കൂട്ടി വരാൻ, ഇന്ന് എന്റെ ഭർത്താവിന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, തിരക്കിൽ പെട്ടുപോയി, അദ്ദേഹത്തെയും കൂട്ടി വരാൻ, എന്റെ അനിയനെ ഞാൻ വിളിച്ചാൽ വരും, അദ്ദേഹത്തെയും കൂട്ടി വരാൻ. അങ്ങനെ ഓരോരുത്തർ ഇന്ന് വന്നവർ ഒരാളെയും കൂടി നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ പ്രേരണ കൊണ്ടും ഈ സദസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഈ MSS ഓഡിറ്റോറിയം, ഈ ഹാള് നമുക്ക് മതിയാവാതെ വരും. അങ്ങനെ ഇൽമിന്റെ ആ വ്യാപനം നടത്താൻ നമ്മളൊരു കാരണക്കാരാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ സൂറത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്കാദ്യം ഉണ്ടാവേണ്ടത് ഇൽമാണ്, പ്രവർത്തനം പിന്നെയാണ്. നമ്മൾ ആദ്യം കേൾക്കുകയാണ്. ഗർഭപാത്രത്തിൽ പോലും കണ്ണിനേക്കാൾ മുമ്പ് കർണപുടം, ചെവി രൂപപ്പെടുന്നതിനെ കുറിച്ച് സയൻസ് പോലും ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെ ഗർഭപാത്രത്തിൽ വരെ കണ്ണിന് മുമ്പ് കാത് രൂപപ്പെടുന്നതിനെ കുറിച്ചും ഗർഭപാത്രത്തിൽ ഒരു കുട്ടിക്ക് കാണാൻ പറ്റുന്നതിനേക്കാൾ മുമ്പ് കേൾക്കാൻ പറ്റുന്നതുമൊക്കെ സയൻസ് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഭാര്യ പ്രഗ്നൻസിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ നടത്തുന്ന സംസാരത്തിന്റെ നന്മയുടെ വശങ്ങൾ കുട്ടിയെ സ്വാധീനിക്കുമെന്ന് സയൻസ് ലോകത്തോട് വിളിച്ചു പറയുന്ന കാലമാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൃത്തികേടുകൾ മാത്രമാണ്. ഗുസ്തിയുടെയും തല്ലിന്റെയും ഗുണ്ടായിസത്തിന്റെയും വർത്തമാനങ്ങളാണ് നിങ്ങൾ ചാനലിന് മുമ്പിൽ ഇരുന്ന് കേൾക്കുന്നതെങ്കിൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയെ അത് ആ കുട്ടിക്ക് ദുസ്വാധീനം ഉണ്ടാകുമെന്ന് ലോകത്തിലെ വലിയ വലിയ വിശ്വജ്ഞന്മാരും ഗവേഷകന്മാരും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് അൽ-ഇസ്തിമാ, ശ്രദ്ധിച്ചു കേൾക്കലാണ്. അത് നല്ലൊരു ഇൽമിന്റെ അടയാളം കൂടിയാണ്. ഒരു കാര്യം ഉണ്ടാകുമ്പോൾ, സംസാരം നടക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ചിലപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, ആ അറിയുന്ന കാര്യങ്ങളെ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാൻ, എനിക്കറിയാത്ത വല്ല വശങ്ങളും അതിലൂടെ കടന്നു വരുന്നുണ്ടോ എന്ന് കാതുകൂർപ്പിച്ചിരുന്ന് കേട്ട് അത് തന്റെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാൻ, തന്റെ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്തു ചെയ്യാൻ പറ്റുമെന്ന ആലോചനയോടുകൂടിയായിരിക്കണം കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇൽമാണ്. അൽ ഇൽം, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പഠിക്കലാണ്, കേൾക്കലാണ്. ഇവിടെ ഒരു ലഘുലേഖയെ കുറിച്ച് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇന്ന് ലോകം ചർച്ച ചെയ്യുകയും ആ പാട്ട് അല്ലെങ്കിൽ ആ ഗാനം ആരിറക്കിയോ, ആ ഗാനത്തിന് എന്താ തെറ്റ്, ആ പാട്ടിന് എന്താ തെറ്റ് എന്ന് ചോദിക്കുന്നവർ അതേ ടീമിൽ തന്നെ ഉള്ള ആളുകളായി കേരളക്കരയിൽ, പ്രിയപ്പെട്ടവരെ, മലയാളികൾക്കിടയിൽ നമ്മൾ ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ആ ഗാനത്തിന് കുഴപ്പം എന്ന് ചോദിക്കുന്നവർ. എന്താ ഗാനത്തിന്റെ ഉള്ളടക്കം? ഒരു വ്യക്തി അള്ളാഹുവാണ്, പടച്ചോനാണെന്ന് പ്രഖ്യാപിക്കുന്ന പാട്ടാ. എന്നിട്ട് പോലും മനുഷ്യർ, അതേ ടീമിൽപ്പെട്ടവർ രണ്ടു തരത്തിൽ നിൽക്കുന്നു. തെറ്റായി പോയി, തിരുത്തണം, ഇനി ഒരിക്കലും ആ അക്ഷരം ഉരുവിട്ടു പോകരുത് എന്ന് പറയേണ്ടതിന് പകരം ആ പാട്ടിൽ എന്തു തെറ്റ് എന്ന് ചോദിക്കുന്നവർ അതേ വിഭാഗത്തിൽ ഉണ്ട് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഇരിക്കുന്നവരെല്ലാവരും ഈ അള്ളാഹുവിന്റെ വഹദാനിയത്ത് കൃത്യതയോടുകൂടി പാലിക്കുന്ന വീടുകളിൽ ജനിച്ചവരല്ല. ഈ സംസാരിക്കുന്ന ഞാൻ പോലും അള്ളാഹുവിന്റെ വഹദാനിയത്ത് തൗഹീദോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചവരല്ല ഈ സദസ്സിലിരിക്കുന്ന പലരും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഞാനടക്കം. പിന്നെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? നമ്മൾ കേൾക്കുകയായിരുന്നു. എന്റെ പ്രിയങ്കരനായ പിതാവ്,
2002 ലോകത്തുനിന്ന് വിട പറഞ്ഞു. അദ്ദേഹം വിട പറയുന്ന അന്നും എന്നോട് പറഞ്ഞു, നീ പഠിക്കണം, ഈ സത്യം അള്ളാഹുവിന്റെ വഹദാനിയത്ത് സമൂഹത്തോട് പറയണം. എത്ര പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും കൈപിടിച്ച് ചെയറിലിരുന്ന് എന്നോട്, അന്ന് ഞാൻ ഫറൂഖ് കോളേജിലെ MA ചേർന്ന ദിവസമായതുകൊണ്ട് എന്നോട് പറഞ്ഞു, കോളേജ് ലീവാക്കണ്ട, പോയിക്കോ, ഇന്ന് തുടങ്ങുന്ന ദിവസമാണ്, പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കരുത്, തിരിച്ചു വരണം, ഞാൻ മരിക്കും മോനെ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, നീ പോയിക്കോ. പക്ഷെ കോളേജിലെത്തി, ഇന്ന് 1ാമത്തെ ദിവസമാണ്, അവിടെ ഒന്ന് മുഖം കാട്ടി തിരിച്ചു വരണം മോനെ, ഞാൻ മരിക്കാൻ പോവാണ് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്നും എൻ്റെ കൈ പിടിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞപ്പോൾ മടക്കി എന്നോട് പറഞ്ഞത്, പഠിക്കണം, പഠിച്ചിട്ട് സമൂഹത്തോട് പറയണം. ഞാൻ വാഹനം കയറി എടക്കരയിൽ നിന്ന് 8 മണിക്ക്, ആ വാഹനം ഒരു അരമണിക്കൂർ മുന്നോട്ട് ഓടുമ്പോൾ ഏകദേശം മമ്പാട് എന്ന സ്ഥലത്തെത്തുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഒറ്റു വീഴുന്നു. സഹയാത്രികൻ ചോദിക്കുന്നു, എന്തിനാ കരയുന്നത്? ഞാൻ പറയുന്നു, എൻ്റെ ഉപ്പാക്ക് തീരെ കഴിയുന്നില്ല, എൻ്റെ ഉപ്പ മരിക്കുകയാണ് 8:30. ആ സമയത്താണ് റബ്ബൻ്റെ മനസ്സിൽ വേദനയും പ്രയാസവും തോന്നിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ഉപ്പയെ സ്മരിച്ചത്, ഓർത്തത്, നിങ്ങളുടെയൊക്കെ പിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മളെ പഠിപ്പിച്ചവർക്ക് വേണ്ടി, നമ്മളെ പഠിപ്പിക്കാൻ അധ്വാനിച്ചവർക്ക് വേണ്ടി, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയവർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് വലിയൊരു ഇൽമാണ് അവർ നമുക്ക് സമ്മാനിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ സ്വത്തിൽ ഒന്നായി പറഞ്ഞത്, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം. അത് ഇൽമിന്റെ ബാക്കി പത്രമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ നാട്ടിലുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാന്റെ ഖബറിൻ്റെ അടുത്ത് പോവാത്ത ഒരാഴ്ചയും എൻ്റെ ജീവിതത്തിലില്ല. ചെന്ന് നിൽക്കും ആ ഖബറിന്റെ മുമ്പിൽ, കഷ്ടപ്പെട്ട് വളർത്തിയ പിതാവിന് പുറത്തു കൊടുക്കണേ അല്ല, മാപ്പ് കൊടുക്കണേ അല്ല, ദറജ വർദ്ധിപ്പിക്കണേ അല്ല, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഞങ്ങളെ ഒന്നിച്ച് വീണ്ടും കാണാനും വീണ്ടും ഉപ്പയുടെ കൂടെ ജീവിക്കാനുമുള്ള സൗഭാഗ്യം നൽകണേ അല്ല. ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് വാപ്പയും ഉമ്മയും മാതാപിതാക്കളും നമുക്ക് തരുന്നൊരു ഇൽമിന്റെ ഭാഗം കൂടിയാണ്. എന്തിനാ നമ്മൾ കേൾക്കുന്നത്? എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനാണ്, അല്ലേ? എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുന്നത്? അതുകൊണ്ട് അനുസരണയോടുകൂടി കേൾക്കുക എന്നതാണ് ഒന്നാമത്തെ ഇൽമ്. ഇൽമിന്റെ ഒരു സ്റ്റെപ്പ് അതാണ്. ഒന്ന്, ഇൽമ എന്ന് പറയുമ്പോൾ അത് അനുസരണയോടുകൂടി സമാധാനത്തോടുകൂടി ഇരുന്ന് കേൾക്കുക. അങ്ങനെ കേട്ടതിന്റെ ബാക്കി പത്രങ്ങളാണ് നമ്മളെല്ലാവരും. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തുമാ. ഇത്രയും വലിയ വിവാദങ്ങളൊക്കെ നടന്നിട്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയാ, അള്ളാഹു നമ്മെ ഭൂമിയിലേക്കൊക്കെ സൃഷ്ടിച്ചു വിട്ടതുപോലെ ഈ നാട്ടിൽ ജീവിച്ചൊരു മനുഷ്യൻ പടച്ചോനാന്ന് പറയുമ്പോൾ വരെ അതിനെ ന്യായീകരിക്കാൻ ആളുണ്ടാവുന്ന എന്തുകൊണ്ടാണ്? കേൾക്കുന്നില്ല. കേൾക്കരുത് എന്ന ചില മുദ്രകൾ അവിടെ മനസ്സുകളിൽ പതിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പ്രയോഗിച്ചൊരു വാക്കുണ്ട്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. ഒരു മൂടി അല്ലാഹു ഇടുകയാണ്. ചില ഖൽബുകൾക്ക് അല്ലാഹു സീൽ വെക്കുകയാണ്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ ഇത് പറഞ്ഞത്? ഇൽമിന്റെ സംസാരം നടത്തുമ്പോൾ എന്തിനാ ഇത് പറയുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് കേൾക്കലാണ്. 2, ആ കേട്ടത് അനുസരിച്ച് പ്രവർത്തിക്കലാണ്. വൽ അമലു ബിൽ ഇൽമി. ആദ്യത്തെ സ്റ്റെപ്പ് ഇൽമ്. 2ാമത്തെ സ്റ്റെപ്പ് വൽ അമലു ബിൽ ഇൽമി. ആ ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കലാണ്. നിസ്കാരം കേട്ടിട്ടുണ്ട്, അത് പ്രവർത്തിക്കണില്ലെങ്കിലോ? ഹജ്ജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സാമ്പത്തികം അനുവദിച്ചിട്ടും പോകുന്നില്ലെങ്കിലോ? 2.5%, 100-ന് 2.50, 1000-25, 10,250, 1,00,000-2,500. ഇത് സക്കാത്ത് കൊടുക്കണമെന്ന് അറിഞ്ഞിട്ട് കൊടുക്കുന്നില്ലെങ്കിലോ? ആ ഇൽമു പിന്നെന്തിനാണ്? 1,00,000 രൂപ എന്റെ സമ്പാദ്യമായി വരുമ്പോ 2,500 ലിൽ ഫുഖറാ, അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. വൽ മസാകീൻ, തന്റെ വിഷമങ്ങൾ ഒതുക്കി വെച്ച് ആരെയും അറിയിക്കാതെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്ന പാവപ്പെട്ട മിസ്കീനുള്ളതാണ്, വടിമൊക്കനുള്ളതാണ്, കടത്തിൽ കുടുങ്ങിയവനുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ ഖുർആനിന്റെ ആയത്ത് വെച്ച് പഠിച്ചിട്ട് ഇത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം എന്തിനാണ്? നമ്മുടെ ഇൽമ് എന്തിനാണ്? സത്യത്തിൽ കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക്
ഇൽമിന്റെ കുറവാണോ സംഭവിച്ചിട്ടുള്ളത്? കേൾക്കാത്തതിന്റെ കുറവാണോ? അല്ല, കേൾക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു യാന്ത്രികവൽക്കരണമാണ്. എത്രയോ വലിയ സമ്മേളനങ്ങൾ നടക്കുന്നു, നമ്മളും പോകുന്നു, ജനങ്ങൾ ഒഴുകുന്നു, എല്ലാവരും വരുന്നത് പോലെ നമ്മളും വരുന്നു, ഫാമിലി അടക്കം വരുന്നു, എത്ര പേരുണ്ട് എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുന്നു എന്നതിനപ്പുറമായി ഈ കേൾക്കുന്നത് എന്റെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൽമ് ഉപകാരപ്രദമാകുന്നത്. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമ് എന്നിലേക്ക് നീ വെക്കല്ലേ റബ്ബേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപകാരമില്ലാത്ത ഇൽമ് തരല്ലേ. ലോകത്ത് കുറെ ഇൽമുണ്ട്, എല്ലാം അറിവ് തന്നെയാണ്, പക്ഷെ ഉപകാരമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോകല്ലേ. നമ്മളൊക്കെ കയ്യിൽ മൊബൈലില്ലേ? ഇരിക്കുന്ന സഹോദരിമാരുടെ കയ്യിൽ, ഇരിക്കുന്ന പുരുഷാരത്തിന്റെ കയ്യിൽ മൊബൈലില്ലേ? ഉണ്ട്. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് വെച്ചാൽ അപൂർവമായിരിക്കും, ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാ. ഈ മൊബൈലിൽ ഫേസ്ബുക്ക് തുറക്കാൻ എടുത്ത സമയം, വാട്സപ്പ് തുറക്കാൻ എടുത്ത സമയം, സോഷ്യൽ മീഡിയയിലെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകൾ തുറക്കാൻ എടുത്ത സമയം, അള്ളാഹുവിന്റെ ഖുർആൻ അത്ര സമയം ഒരു ദിവസം ഞാനും നിങ്ങളും പാരായണം ചെയ്യാനും അർത്ഥമൊന്ന് പഠിക്കാനും തയ്യാറായിരുന്നുവെങ്കിൽ നമ്മളായിരിക്കും ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല ഇൽമുള്ളവർ. ശരിക്കാലോചിച്ചോളൂ, ഞാൻ വെറുതെ പറയല്ല. നമ്മുടെ മക്കളും നമ്മളുമൊക്കെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന അത്ര സമയം പടച്ചവന്റെ ഖുർആൻ കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നിർവചനം കൊടുത്ത, ഡെഫിനിഷൻ കൊടുത്ത ഈ ഖുർആൻ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ കലാമായ സംസാരമായ ഖുർആൻ ജിബ്രീൽ എന്ന മലക്ക് മുഖേന മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കി കൊടുത്ത പടച്ചവന്റെ സംസാരമാണ് ഖുർആൻ എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ കേൾക്കുന്ന എന്റെ സംസാരമാണ് ഈ മൈക്രോഫോണിലൂടെ. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അല്ല നമ്മളോട് സംസാരിച്ചത് നമ്മൾ കേൾക്കാണ്. അല്ല നമ്മളോട് സംസാരിച്ചതാ. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തിന്റെ മുമ്പിലേക്ക് റബ്ബ് നടത്തിയ സംസാര. ഇനി ഒരു വള്ളി പുള്ളി മാറാതെ ലോകം അവസാനിക്കുന്നത് വരെ നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം. സുബ്ഹാനല്ലാഹ്, അത് റബ്ബ് നമ്മളോട് സംസാരിച്ചതാ. അതേ ശ്രദ്ധയിലും ജാഗ്രതയിലും ആ ഖുർആനിനെ കേൾക്കാനും വായിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിൽക്കട്ടെ. അപ്പൊ ഒന്ന് ഇൽമ്, രണ്ട് അൽ അമലു ബിൽ ഇൽമി, ആ ഇൽമു കൊണ്ടുള്ള പ്രവർത്തനം. അപ്പൊ നമ്മൾ കേട്ടു, സത്യം അറിഞ്ഞു, ഉറപ്പിച്ചു. കൂനു മഅ സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിലയുറപ്പിക്കുക. നമ്മൾ കേട്ടു, സത്യം മനസ്സിലായി, സത്യത്തിന്റെ കൂടെ നിലയുറപ്പിക്കുക. ഇന്ന് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യാനുള്ളത്? എന്നിട്ട് ഞാൻ ഇൽമിലേക്ക് തന്നെ വരാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അദ്ദഅവതു ഇലൽ ഇൽമി വൽ അമലി. മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ്, അദ്ദഅവതു ഇലൽ ഇൽമി വൽ അമലി. ഈ കേട്ട പഠിച്ച ഇൽമിലേക്ക്, നാം പ്രവർത്തിക്കുന്ന ആ പ്രായോഗികമായ ഇൽമിലേക്ക് അദ്ദഅവ, ആളുകളെ ക്ഷണിക്കലാണ്. ആളുകളെ ക്ഷണിക്കുക. എന്നിട്ട് ഞാൻ നിസ്കാരത്തെ കുറിച്ച് പഠിച്ചു, സുന്നത്ത് അറിഞ്ഞു, തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും യാത്രയിൽ പോലും ഒഴിവാക്കാത്ത നമസ്കാരമാണ് രാത്രി നമസ്കാരം. അതുകൊണ്ട് ഞാനത് സാധാരണ സുന്നത്തായി അതിനെ കാണൂല, എന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകും. അങ്ങനെ ഞാൻ നമസ്കരിക്കാൻ തുടങ്ങി. എന്റെ ഭാര്യ എനിക്ക് വിളിക്കാൻ അവകാശമുണ്ട്. അപ്പുറം റൂമിൽ ഉറങ്ങുന്ന എന്റെ മോനും എന്റെ മോന്റെ ഭാര്യയും അപ്പുറം റൂമിൽ ഉറങ്ങുന്നുണ്ട്. അവിടെ കഥകിൽ ചെന്ന് മുട്ടി വിളിക്കാം എനിക്ക്. അവിടെ മനസ്സ് പോലും ചോദിച്ചു പോകില്ല, ഉപ്പ നിസ്കരിക്കാറുണ്ടോ, ഞങ്ങളുടെ ഉറക്കം ശല്യപ്പെടുത്താനെന്ന് അവർ ചോദിക്കുകയില്ല. കാരണം അത് പ്രാവർത്തികമാക്കുന്ന ഒരാളാണ് ഈ വാപ്പ. അദ്ദഅവതു ഇലൽ ഇൽമി വൽ അമലി, ആ ഇൽമിലേക്ക്, അമലിലേക്ക്, നമ്മൾ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. 950 കൊല്ലം പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയിട്ട് വിരലിലെണ്ണാവുന്ന ആള്. ഞാൻ പോകുന്നില്ല, മടുത്തിട്ട് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ, ഇനി ഞാൻ അവസാനിപ്പിക്കാന്ന് തോന്നിപ്പോയ സന്ദർഭം, ഇനി നിർത്തുകയാണ് ഈ ദഅവ എന്ന് തോന്നിപ്പോയ സന്ദർഭം. കാരണം അത്ര എളുപ്പമല്ല ദഅവത്ത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് നിങ്ങളെ അയൽവാസിയോട്. കാര്യമൊക്കെ മനസ്സിലായി, പക്ഷെ ഇത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാ. അത് എളുപ്പമുള്ള കാര്യമല്ല. വളരെ ക്ഷമയോടുകൂടി, വളരെ അവധാനതയോടുകൂടി,
വളരെ പക്വതയോടുകൂടി നിർവഹിക്കേണ്ട ഒന്നാണ്. കാര്യം അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ക്ഷണം. അള്ളാഹു അത് നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 അസ്സബ്റു അലൽ അദാ. ഈ കേട്ട അറിഞ്ഞ ഇൽമ്, പ്രവർത്തിക്കാൻ തുടങ്ങിയ അമല്, നാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ചെവിയിലേക്ക്, അതെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മെ കളിയാക്കുന്നത്, നമ്മെ പരിഹസിക്കുന്നത്, നമ്മെ അപഹസിക്കുന്നത്, നമ്മെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ശാരീരികമായിട്ട് പോലും ഉപദ്രവം വരുത്താൻ ശ്രമിക്കുന്നത് കാണേണ്ടി വരും. അസ്സബ്റു അലൽ അദാ. ഉപദ്രവങ്ങളുടെ മേൽ ക്ഷമിക്കണം. കെട്ടിത്തൂക്കി സഹാബിയെ. എന്താ ചെയ്ത തെറ്റ്? എന്തെങ്കിലും ഒരു അപമര്യാദ അയൽവാസികളോട് ചെയ്തോ? ഇല്ല. ആ നാട്ടിൽ എന്തെങ്കിലും ഒരു നിസ്സാരമായ ദ്രോഹം വരുത്തിയോ? ഒന്നുമില്ല. ആകെ ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞതിൽ വിശ്വസിച്ചു, അത് ജീവിതത്തിൽ കൊണ്ടുവന്നു, അത് കേൾക്കാത്തവരിലേക്ക് എത്തിച്ചു. അപ്പോ സഹാബിയെ പിടിച്ചുകൊണ്ടുപോയി, കാല് മുകളിലേക്കാക്കി, തലക്കീഴ്പോട്ടാക്കി കെട്ടിത്തൂക്കി കാട്ടുവള്ളിയിൽ, മരത്തിന്റെ മുകളിൽ. എന്നിട്ട് ചാട്ടവാറുകൾ കൊണ്ടടിച്ചു. ഇങ്ങനെ ആടി കളിക്കുന്ന സഹാബിയെ ഓരോ ആടി വരുമ്പോഴേക്കും ചാട്ടവാറുകൾ കൊണ്ട് 4 ഭാഗത്തു നിന്നും പ്രഹരിച്ചു. എന്നിട്ട് സഹാബിയോട് പറഞ്ഞു, കെട്ടടിച്ചു വിടാം, പക്ഷേ എന്റെ സ്ഥാനത്ത് എന്റെ റസൂൽ ആയിരുന്നെങ്കിൽ എന്നെങ്കിലും പറയണം. റസൂലിനെ കൊണ്ടുവരണ്ട, റസൂലുള്ള വേണ്ട, നിന്റെ നേതാവായ മുത്തുനബി വേണ്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ ഈ സ്ഥാനത്ത് നബി ആയിരുന്നെങ്കിൽ എന്തെങ്കിലും നീ പറയണം, എന്നാ വിടാനാ. ഇനി സഹാബി പറഞ്ഞ മറുപടി ഈ മാസത്തിലൊക്കെ എല്ലായിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സഹാബി പറഞ്ഞത്? എന്റെ സ്ഥാനത്ത് എന്റെ റസൂൽ ആയിരുന്നെങ്കിൽ എന്നതിന് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ ആയിരക്കണക്കിന് രോമങ്ങളിൽ ഒരു രോമം ഇതിന് പകരമായിരുന്നെങ്കിൽ എന്ന് പറയാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ സാധ്യമല്ല എന്നാണ് ആ സഹാബി പ്രഖ്യാപിച്ചത്. ചാട്ടവാറുകൾ അടി ഏറ്റുവാങ്ങി. എന്ത് തെറ്റാ അവർ ചെയ്തത്? അള്ളാന്റെ റസൂലിനെ മജ്നൂൻ എന്ന് വിളിച്ചത്, ഭ്രാന്തൻ എന്ന് വിളിച്ചത് ഏതെങ്കിലും ഒരു നിലക്ക് മുത്തുനബിയെ മുസ്ലിം അല്ലാത്ത ആളുകൾ കുറെ മനുഷ്യർ വിലയിരുത്തിയിട്ടുണ്ട്, അപഗ്രഥിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, അല്ലെ? മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് മുത്തുനബിയുടെ ജീവിതത്തിൽ എണ്ണി പറയാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെന്താ മജ്നൂൻ എന്ന് വിളിച്ചത്? പിന്നെന്തിനാ സാഹിർ, മാരണക്കാരൻ എന്ന് വിളിച്ചത്? പിന്നെന്തിനാ കദ്ദാബ്, കള്ളവാദി എന്ന് വിളിച്ചത്? ഭ്രാന്തൻ എന്ന് വിളിച്ചത്? അള്ളാഹുവിന്റെ വഹദാനിയത്ത് സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു തആല പറയാൻ ആവശ്യപ്പെട്ടതുപോലെ വളച്ചൊടിക്കാതെ, കൂട്ടിച്ചേർക്കാതെ, ഏറ്റക്കുറച്ചിലുകളില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അള്ളാഹുവിന്റെ വഹദാനിയത്ത് സമൂഹത്തിന്റെ മുമ്പിൽ കേൾപ്പിച്ചു എന്നതല്ലാതെ ഒരു തെറ്റും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സ്റ്റെപ്പിനോട് അവസാനിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ഇൽമ്, അമല്, ദഅവത്ത്, അസ്സബ്ർ നമുക്കൊക്കെ അറിയുന്ന സ്റ്റെപ്പുകളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തരുന്ന ചില ഓഫറുകൾ ഉണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട്. റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമ. ഒരാൾ ഇൽമ തേടി ഒരു വഴിയിൽ ഇറങ്ങി. ഇപ്പോ MSS ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ ജില്ലയുടെ ഒരു വിജ്ഞാനം പകർന്നു നൽകുന്നതിന്റെ തെന്മിയയുടെ ഒരു ഉദ്ഘാടന സദസ്സ് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ജില്ലയുടെ പല ഭാഗത്തു നിന്നും വന്നു ചേർന്ന് ഇൽമിന് വേണ്ടി അത് ആഗ്രഹിച്ചുകൊണ്ട്, സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി കിട്ടാൻ കൊതിച്ച ഒരു വലിയ സമൂഹമാണ്, സദസ്സാണിത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തുടർന്നും ഇതേ ആവേശത്തോടു കൂടി ഈ സദസ്സിനെ കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആരെങ്കിലും ഇൽമ തേടി ഇറങ്ങി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് അവന്റെ വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹു അവന്റെ മാർഗം, ത്വരീഖ് എളുപ്പമാക്കി കൊടുക്കും. പോരാ, വഇന്നൽ മലായികത, നിശ്ചയമായി മലായികത്തുകൾ ലതളഉ അജ്നിഹതഹ, അവരുടെ ചിറക് വെച്ചുകൊടുക്കും, താഴ്ത്തി കൊടുക്കും, ലിത്വാലിബിൽ ഇൽമി, ഇൽമ തേടി പുറപ്പെടുന്നവന്. മലായികത്തുകളുടെ ചിറകുകൾ തണലിട്ട് കൊടുക്കുന്ന, താഴ്ത്തി കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം റിളം ബിമാ യസ്ന വ ഇന്നൽ ആലിമ, നിശ്ചയമായും ഇൽമ നേടിയ ഒരാൾ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഹത്തൽ ഹീതാനു ഫിൽ മാ, വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ വരെ ജീവജാലങ്ങൾ വരെ ആ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നും പറഞ്ഞു വഫളുൽ ആലിം അലൽ ആബിദ്, ഒരു ഇബാദത്ത് ആരാധനകൾ ചെയ്തു പോകുന്ന ഒരാൾ മാത്രമാണ്, അയാൾക്ക് കുറെ ഇൽമൊന്നുമില്ല, ഇബാദത്ത് ചെയ്യും, എന്നാൽ ഒരു ആലിമാണ്. ആലിം ആവണമെങ്കിൽ പഠിച്ച ഇൽമ് ഇബാദത്തും കൂടി ചെയ്തു പോകുന്നവനാണ് ആലിം എന്ന് പറയാ. ഒരാൾക്ക് നന്നായിട്ട് ഖുർആൻ അറിയാം, ഓതാന്, അർത്ഥമൊക്കെ അറിയും, നിസ്കരിക്കൂല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, പടച്ചോനെ പേടിയില്ല, പിന്നെന്താ ആലിമ? ആലിം എന്ന് പറഞ്ഞാൽ താൻ നേടിയ ഇൽമ് ജീവിതത്തിൽ പകർത്തുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ആ ആലിമിന്റെ ശ്രേഷ്ഠത ഏതുപോലെയാണ്? കഫളിൽ ഖമർ, ഒരു ചന്ദ്രനെ പോലെയാണ്. അല സാഇരിൽ കവാകിബ്, മറ്റു നക്ഷത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചന്ദ്രൻ എത്ര വേറിട്ട് നിൽക്കുന്നുവോ അതുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ ദീർഘമായി സംസാരിച്ചു പോവുകയാണ് കേട്ടോ. വ ഇന്നൽ ഉലമാ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അറിവ് നേടിയവർ എന്ന് പറഞ്ഞാൽ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ഇതൊക്കെ ഓരോ സബ്ജക്റ്റായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇൽമ നേടിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാർ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ റസൂലായി നബിയായി നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നു. നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് മക്കയിലോ മദീനത്തോ വന്ന് ജീവിച്ചിരുന്നത് പോലെ ഉണ്ടെങ്കിൽ വീട് വിറ്റിട്ടാണെങ്കിലും പറമ്പ് വിറ്റിട്ടാണെങ്കിലും നമ്മൾ പോകുമായിരുന്നു മുത്തുനബിയുടെ കൂടെ ഇരിക്കാൻ, ഒന്ന് സംസാരിക്കാൻ, ഒന്ന് ചേർത്തു നിൽക്കാൻ, ഒന്ന് ചേർന്നു നിൽക്കാൻ, ഒന്ന് കൈ കൊടുക്കാൻ. ആർക്കാഗ്രഹമില്ലാത്തത്? എന്നാൽ ഇനി ഒരു നബി നമ്മുടെ മുന്നിലേക്ക് സാധാരണഗതിയിൽ വരാനില്ല. മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവുണ്ട്. അതിനു മുമ്പ് ഒരു വേറെ നബിയുടെ വരവില്ല. അപ്പോ ആ പ്രവാചകന്മാർ നിർവഹിച്ച ഈ ധാർമ്മികമായ ഈ ഉത്തരവാദിത്വം, ഈ സമൂഹത്തോട് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ നന്മയെ പഠിപ്പിക്കലാണ്. ആ ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇനി പ്രവാചകന്മാർ വരാനില്ല. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഒരാൾ ആലിമായി സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അവർ. അപ്പൊ നമ്മൾ ഒരു ഇൽമു നേടാൻ വരിക എന്ന് പറഞ്ഞാൽ ഒരു തമാശയായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്, ചെറുതല്ല. മാത്രമല്ല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വ ഇന്നൽ അംബിയ, നിശ്ചയമായും അംബിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ, അവർ പണമോ ദിർഹമോ ദീനാറോ അനന്തരമെടുക്കുന്നവരല്ല. ഇങ്ങനെ വിശദീകരിച്ച് പറയാണ്. ഇനി പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവർ പിന്നെന്താണ് അനന്തരമെടുത്തത്? വ ഇന്നമ വറസുൽ ഇൽമ, അവർ ഇൽമാണ് അനന്തരമായി വെച്ചത്. നമ്മളെ വാപ്പ മരിച്ചു പോകുമ്പോ വാപ്പാന്റെ സ്വത്ത് 3 ദിവസം സാധാരണഗതിയിൽ ഒരു മരണം സംഭവിച്ചാൽ ദുഃഖത്തിന്റെ ദിവസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ ദിവസം തന്നെ സ്വത്ത് ഓഹരി വെക്കണം എന്നല്ല, പിന്നെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. ബാപ്പാന്റെ സ്വത്ത്, അനന്തര സ്വത്ത്, അത് ജ്യേഷ്ഠ എങ്ങനെ കൈകാര്യം ചെയ്തു, ആ വീട്ടിലെ മൂത്ത ആ കാരണം പിന്നെ അത് കൈകാര്യം ചെയ്ത് അങ്ങനെ 1 വർഷമായി 2 വർഷം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല. പെട്ടെന്നത് ആർക്കാണോ, പെങ്ങക്കെത്ര, ആ ജ്യേഷ്ഠനെത്ര, അനിയനെത്ര, അന്മക്കെത്ര, ഉമ്മ ജീവിച്ചിരിക്കേണ്ടി ഉമ്മാക്കെത്ര, അത് കൊടുത്ത് തീർക്കണം പെട്ടെന്ന്. എന്നതുപോലെ അമ്പിയാക്കന്മാർ അനന്തരമായി തന്ന ഒന്നാണ് ഇൽമ്. അത് പൂഴ്ത്തി വെക്കാനുള്ളതല്ല, അത് മറച്ചു വെക്കാനുള്ളതല്ല, അത് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല. അത് ഉടനെ കൈമാറ്റം നടത്തേണ്ടതാണ്, എത്താത്തവരിലേക്ക് എത്തിക്കണം. അതിന്റെ സൂചനയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗത്തിൽ ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? ഉടനെ സഹാബികൾ ഒന്നിച്ചു പറഞ്ഞു ബലാ യാ റസൂലല്ലാഹ്, എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു എങ്കിൽ എന്താ പറഞ്ഞത്? എത്തിക്കുക. ആര്? ഇവിടെ ഹാദിറുള്ളവൻ എത്തിക്കുക. ആർക്ക്? ഗായിബായ ആക്ക്, ഇവിടെ ഇല്ലാത്തവർക്ക്. പോരാ, നിങ്ങൾക്ക് എല്ലാം അറിയില്ലേ? ഞാൻ എത്തിച്ചെന്നത് മുഴുവനും സ്വഹാബത്തിന് ആ സമയത്ത് ഓർമ്മയില്ലേ? അല്ല, പ്രവാചകന്റെ ദഅവത്തിന്റെ തുടക്കഘട്ടത്തിൽ 23 വർഷക്കാലത്തിന്റെ ആദ്യഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങളാണ് കിട്ടിയത്.
തൗഹീദിന്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ചില കാര്യങ്ങളാണ് കിട്ടിയത്. എന്നാൽ അതെത്തിക്കണ്ടേ? അതറിയാത്ത ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? കുടുംബത്തിൽ ഉള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ബല്ലിഗു അന്നി വലു ആയ, ഒരായത്താണ് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടതെങ്കിൽ അത് നിങ്ങൾ എത്തിക്കണം. ബല്ലിഗു അന്നി വലു ആയ. അപ്പൊ ഈ ഇൽമ് നേടുക, അതിനെ പ്രാവർത്തികമാക്കുക, ദഅവത്ത് നടത്തുക, ഇതിങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. സർവശക്തനായ അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പോരാ, ഇനി ഒരു ഇൽമ നേടിയ ഒരാൾ, ഈ സദസ്സിൽ ഡോക്ടർമാരുണ്ടാവാം, എഞ്ചിനീയർമാരുണ്ടാകാം, വലിയ വലിയ വിദഗ്ധന്മാരുണ്ടാവാം, വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റിയവരുണ്ടാവാം. ചില ആളുകൾക്ക് ഭാഷ എഴുതാൻ അറിയില്ല, നന്നായിട്ട് ഹിന്ദി എഴുതാൻ അറിയില്ല, റീഡ് ചെയ്യാൻ അറിയില്ല, പക്ഷെ നന്നായിട്ട് സംസാരിക്കും. കന്നഡ ഭാഷ എഴുതാൻ അറിയില്ല, ഒരു ബോർഡ് കണ്ട വായിക്കാൻ അറിയില്ല, പക്ഷെ കന്നഡ നന്നായിട്ട് സംസാരിക്കും. ചില ഇംഗ്ലീഷുകാരുടെ കൂടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഹിന്ദി വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നവരുണ്ട്. എത്ര കാലമാണ് അവരെ കൂടെ കൂടിയത്? 2 മാസം. ചില ആളുകൾ 2 വർഷം, 1 വർഷം, 6 മാസം ഒക്കെ അവസരം കിട്ടിയപ്പോഴേക്ക് പഠിച്ചു. എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്? അല്ല, നമ്മൾ മുഅ്മിനീങ്ങളാണ്. അള്ളാഹു നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല, പക്ഷെ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ 6236 ആയത്തുണ്ട്, 114 അധ്യായമുണ്ട്. പഠിക്കാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്, കേട്ടിരുന്ന കൂലി കിട്ടും. അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അലിഫിന് വേറെ കൂലി, ലാമിന് വേറെ കൂലി, മീമിന് വേറെ കൂലിയാണ്. ഖാഫ് എന്നോതുമ്പോ അതിന് വേറെ കൂലിയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രതിഫലം തരുന്ന ഏക ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ ഖറഅ, വായിച്ചു എന്നതിൽ നിന്ന് പേര് രൂപപ്പെട്ട ഖുർആനാണ്. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു, അതിൽ നിന്ന് പേര് രൂപപ്പെട്ടു. ഖുർആൻ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്നത് ബൈബിൾ ആയിരിക്കാം, പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ കൂലിയാണ്. നമ്മളൊരു പള്ളിയിൽ വട്ടത്തിലിരുന്ന് ഒരുമിച്ച് ചേർന്ന് ഖുർആനിന്റെ ഇൽമു പഠിക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹുവിന്റെ പള്ളിയിൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു സമൂഹം ഇരുന്നു, അവർക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. എന്തിനാണ് അവർ ആ പള്ളിയിൽ വന്നത്? യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്യുകയാണ്. വയതദാറസൂനഹു, അവർ ചർച്ച ചെയ്ത് പഠിക്കുകയാണ്. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവിടേക്ക് ശാന്തി അള്ളാഹു ഇറക്കാതിരിക്കില്ല. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒന്ന് വട്ടത്തിലിരുന്നാൽ, അതൊന്ന് ചർച്ച ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചാൽ അവിടേക്ക് ശാന്തി ഇറങ്ങും. മലക്കുകൾ ആ സദസ്സിനെ ചുറ്റിപ്പൊതിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിലൊക്കെ ഒരു അരമണിക്കൂർ നേരത്തെ എത്തി വെറുതെ കച്ചവട വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലമല്ല, അത് സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് പള്ളി. പക്ഷെ കച്ചവട വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള, ഭൗതിക സംസാരം പറഞ്ഞിരിക്കാനുള്ള സ്ഥലമല്ല. ഒരുപാട് പരലോകത്തെ ഓർക്കാനും പരലോകത്തിലേക്ക് പ്രതിഫലം വാരിക്കൂട്ടാനുള്ള സ്റ്റെപ്പുകൾ ചെയ്തു തീർക്കാനുള്ള കേന്ദ്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിരാലംബനായ ഒരു മനുഷ്യൻ വന്നാൽ അയാളുടെ പ്രശ്നം കേൾക്കാൻ പറ്റില്ലേ? പറ്റും. പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലേ? എല്ലാം ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, സുജൂദ് വർദ്ധിപ്പിക്കുക, അതിനൊക്കെ വേണ്ടിയുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഖുർആൻ പരസ്പരം അവർ ചർച്ച ചെയ്ത് പഠിക്കുന്നു, ഖുർആൻ അവർ പാരായണം ചെയ്യുന്നു. എങ്കിൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവിടെ ചുറ്റിപ്പൊതിയാണ് സദസ്സിനെ. അങ്ങനെ നമുക്കൊക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടാവോ? പോരാ. അസർ കഴിഞ്ഞ് ഡ്യൂട്ടി കൈമാറുന്ന മലക്കുകളുണ്ട്. എത്രയോ മലക്കുകളുണ്ടല്ലോ, അതിന്റെ എണ്ണം നമുക്കറിയില്ല. 7ാം ആകാശത്ത് മലക്കുകൾക്ക് സുജൂദ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. നമുക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാണ് പള്ളി. മലായിക്കത്തുകൾക്ക് സുജൂദ് ചെയ്യാൻ 7ാം ആകാശത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ദിവസം 70,000 മലക്ക് സുജൂദ് ചെയ്യും. സുജൂദ് ചെയ്ത മലക്ക് ഇലാ യൗമിൽ ഖിയാമ, പിന്നെ ആ മലക്ക് അവിടെ സുജൂദ് ചെയ്യൂല. എന്നാൽ എല്ലാ ദിവസവും 70,000 മലക്കുകൾ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെ? ക്ലിയർ ആയില്ലേ? 7ാം ആകാശത്ത് മലായിക്കത്തുകൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ആകാശത്ത്. അവർ ഒരു ദിവസം 70,000 മലക്ക് സുജൂദ് ചെയ്യും. സുജൂദ് ചെയ്ത മലക്ക് പിന്നെ അവിടെ സുജൂദ് ചെയ്യുന്നില്ല.
എന്നാൽ എല്ലാ ദിവസവും 70,000 മലായിക്കത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കും ലോകം അവസാനിക്കുന്നവരെ. അപ്പൊ എത്ര മലക്കുകൾ ഉണ്ടാവും? കണക്കൂട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ അസർ കഴിഞ്ഞ് ഡ്യൂട്ടി കൈമാറുകയാണ് മലായിക്കത്തുകൾ. ചെല്ലുമ്പോ അല്ല ചോദിക്കും, അള്ളാഹ്ക്ക് എല്ലാം അറിയും, അള്ളാഹ്ക്ക് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറൊന്നും ഇല്ല. അല്ല ചോദിക്കും, എന്താണ് കോഴിക്കോട്ടിലെ വർത്തമാനം? മലായിക്കത്തുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും, ഞങ്ങളൊരു പ്രത്യേക പള്ളിയിൽ പോയി, അല്ല ഇന്ന സ്ഥലത്തൊരു പള്ളിയിൽ കയറി, എല്ലാം അല്ല അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ മലായിക്കത്തുകളിൽ നിന്ന് കേൾക്കാൻ അത് അള്ളാന്റെ നടപടിക്രമാണ്. എന്താ പിന്നെ മലക്കുൽ മൗത്തിനോട് ചോദിച്ചില്ലേ, ആ കുട്ടിയെ റൂഹ് പിടിച്ചപ്പോ ആ കുട്ടിയുടെ വാപ്പ എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് അറിയായിട്ട് ചോദിച്ചാ? അള്ളാഹ്ക്ക് അറിയാത്തോണ്ട് ചോദിച്ചതാണോ? അത് അള്ളാന്റെ നടപടിക്രമ. അവരെന്ന് കേൾക്കാൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ ആ മലക്കുൽ മൗത്ത് പറഞ്ഞു, ആ കുട്ടിയുടെ വാപ്പ കുട്ടിയുടെ മടിയിലിരുന്ന് ആ കുട്ടിയുടെ റൂഹ് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോ കുട്ടി പെടയുന്നത് കണ്ടിട്ട്, മരണത്തിന്റെ വെപ്രാളം കണ്ടിട്ട് ആ ബാപ്പയുടെ കണ്ണിൽ നിന്ന് തുരുതുര കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയും, അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞു, സ്വർഗത്തിൽ ആ കുട്ടിയുടെ വാപ്പാക്ക് വേണ്ടി ഒരു വീട് കെട്ട്, എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്. പറഞ്ഞില്ലേ? എന്താ അള്ളാഹ്ക്ക് അറിയില്ലേ? എന്തിനാ അള്ളാഹ് അങ്ങനെ മലക്കുകളോട് ചോദിച്ചത്? അതുപോലെ അസറിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് മലക്കുകൾ ആകാശത്തേക്ക് കയറുമ്പോൾ അള്ളാഹ് ചോദിക്കും, എന്താണ് ഇന്നത്തെ പുതിയ വർത്തമാനം? അപ്പൊ മലക്കുകൾ പറയാ, ഞങ്ങളൊരു പള്ളിയിൽ കുറെ മനുഷ്യന്മാരെ കണ്ടു, അതില് ഒരു മനുഷ്യൻ ഇങ്ങനെ കരയാണ്, അള്ളാഹ് വിതുമ്പി വിതുമ്പി കരയുന്നുണ്ട്. അപ്പൊ അള്ളാഹ് ചോദിക്കും, എന്തിനാ കരഞ്ഞത്? എന്താണ് അവൻ പറയുന്നത്? അപ്പൊ മലക്കുകൾ പറയും, പടച്ചോനെ, സ്വർഗത്തെ പറ്റി ചോദിച്ചുകൊണ്ട് കരയാണ്, നരകത്തിന്റെ ഭീകരതയെ തൊട്ട് കാക്കണേ എന്ന് പറഞ്ഞ് കരയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും, ആ മനുഷ്യനെ നിങ്ങൾ മാർക്ക് ചെയ്തോളൂ, അവനെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ആ മനുഷ്യൻ എൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാ, ഈ മെസ്സേജ് നിങ്ങൾ കൈമാറിക്കോ. അങ്ങനെ മലക്കുകൾ ബാക്കിയുള്ള മലായിക്കത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, കോഴിക്കോട് ഇന്ന സ്ഥലത്തൊരു പള്ളിയുണ്ട്, അവിടെ ഒരു പ്രത്യേക മനുഷ്യനുണ്ട്, ഇന്ന സ്ഥലത്തൊരാളുണ്ട്, അവിടെ ഒരു മനുഷ്യനുണ്ട്, അയാൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മളോടൊക്കെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾ എല്ലാവരും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ മലക്കുകൾ സെലക്ട് ചെയ്തവരിൽ നമുക്കാർക്കെങ്കിലും വല്ല ചാൻസും കിട്ടിയിട്ടുണ്ടാകുമോ? സ്വർഗത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോഴല്ലേ, അല്ലേ, സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോഴല്ലേ ഉക്കാശ പറഞ്ഞത്, നബിയെ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒന്ന് പറയുമെന്ന് ചോദിച്ചില്ലേ? അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു അള്ളാഹിനോട്, വിചാരണ കൂടാതെ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അപ്പോ ഞാൻ വിശദീകരിക്കണില്ല. ഉക്കാശ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉക്കാശത്തു ബിൻ മെഹ്സൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയോ? അതൊരു വലിയ ആഗ്രഹമാണ്. നമ്മൾ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോ, നരകത്തെ കുറിച്ചുള്ള ഭീതി ഇങ്ങനെ കേൾക്കുമ്പോ, നല്ല പ്രസംഗാട്ടോ, അല്ല പടച്ചോനെ ആ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ മനസ്സുകൊണ്ട്, അതാണ് ഈമാൻ. പടച്ചോനെ ആ സ്വർഗത്തിൽ എനിക്ക് ചാൻസ് തരണേ അല്ലാ, അങ്ങനെ പറയാ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നബിയൊന്നുമില്ല, ഇപ്പോ ഞങ്ങളെ അതിലൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേക സ്പെഷ്യൽ പ്രാർത്ഥന നടത്തുമെന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ നബിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉക്കാശ പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഉക്കാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടനെ ഈ കാര്യം കണ്ടപ്പോൾ വേറൊരു സഹാബി എഴുന്നേറ്റു, നബിയോട് പറഞ്ഞു, എന്നെയും കൂടി അതിലൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, സബഖക ഉക്കാശ, ഒരു ചാൻസ് അല്ലാഹ് തന്നിരുന്നു, അത് ഉക്കാശ കൊണ്ടുപോയി. കണ്ടോ? ആഗ്രഹിക്കുക, കൊതിക്കുക, മോഹിക്കുക. അള്ളാഹുവിന്റെ ദീനില് ഒരു കാര്യം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ കൊതിക്കുക, വെമ്പൽ കൊള്ളുക, ജാഗ്രത പാലിച്ചിരിക്കുക. ദീനിന്റെ കാര്യം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ തുടിക്കുക, എന്നയിൽ ഉൾപ്പെടുത്തണം, എനിക്ക് ആ ചാൻസ് കിട്ടണം. ഇതൊക്കെ ഇൽമാണ്. അതിങ്ങനെ കേട്ടിരുന്ന് ശ്രദ്ധിച്ചിരുന്നപ്പോഴാണ് ഉക്കാശക്ക് പെട്ടെന്ന്. അതുകൊണ്ടാണ് നാഫക്ക് എന്ത് പറഞ്ഞത്? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നിങ്ങളെ സദസ്സിലിരിക്കുമ്പോൾ സ്വർഗം നരകമൊക്കെ ഇങ്ങനെ ആലോചിച്ച് മനസ്സ് വല്ലാതെ വേദനിക്കും, മാർക്കറ്റിലേക്ക് അങ്ങാടിക്ക് ഇറങ്ങുമൊക്കെ മറക്കാണ്, ഞാൻ മുനാഫിക്കായി നബിയെ. നാഫക്ക ഹൻളല. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹീഹ് മുസ്ലിം ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾ, ചില അധ്യായം തന്നെ കാണാം, അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അതിന്റെ ഗ്രാഫ് ചില സമയത്ത് ഇങ്ങനെ കൂടും. നല്ല ക്ലാസ്, പ്രസംഗം, ഖുർആനൊക്കെ ഇങ്ങനെ അർത്ഥം നോക്കി ഇങ്ങനെ പാരായണൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് ഇങ്ങനെ കൂടും. ചില സമയത്ത് അതിങ്ങനെ കുറയും. പക്ഷെ അത് ആ കുറയലുണ്ടല്ലോ, നമ്മൾ ഓരോ ടെസ്റ്റൊക്കെ നടത്തുമ്പോഴും ഇന്നത് മുതൽ ഇന്നത് വരെ, 80 മുതൽ 110 വരെ ആ ഗ്രാഫ് അതിൻ്റെ താഴെ പോയാലാണ് പ്രശ്നം, പോകാൻ പാടില്ല.
അതിന്റെ താഴെ വീണു പോകാൻ പാടില്ല. ചില ആള് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു എഡ്ജിറക്കം ഉണ്ടാവും. നമ്മൾ ഡ്രൈവ് ചെയ്ത മുഴുവൻ ആളുകളും നമ്മുടെ വാഹനമൊക്കെ ഒന്ന് എഡ്ജിറങ്ങിയിട്ടുണ്ട്, കയറി പോന്നിട്ടുണ്ട്. പക്ഷെ വലിയ എഡ്ജ്, വലിയ ഗർത്തത്തിലേക്ക് വീഴാതെ നോക്കണം. പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെറിയൊരു എഡ്ജൊക്കെ ഇറങ്ങും, എല്ലാവർക്കും ചെറിയ കയറ്റമിറക്കം കൊടുക്കും. ശരിക്ക് ആ ദീനി പാതയിലേക്ക് പ്രവേശിക്കാനാണ് ആ പരീക്ഷണം. അള്ളാഹു ആ പരീക്ഷണത്തിൽ നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. ശരി സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഉദ്ദേശ സമയമായി, ഞാൻ പറഞ്ഞു വന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടും നിങ്ങളോടും പറയുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല, അള്ളാഹു തആല ഈ ഇൽമ എന്നത് അമ്പിയാക്കന്മാരുടെ അനന്തരമാണെന്നും ആ അമ്പിയാക്കന്മാരുടെ അനന്തരം ഏറ്റെടുത്ത ഇൽമ സമൂഹത്തിന്റെ മുമ്പിൽ പകർന്നു കൊടുക്കുന്നവരാണ് സത്യത്തിൽ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്നുമൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ നേരെ ഭയപ്പെടുക ശരിക്കും ആ വിഷയത്തിൽ അറിവുള്ളവരാണ്. മറ്റവരൊക്കെ ഒരു പുറം ഒരു ഇങ്ങനെ എന്താ പറയാ, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഊഹാപോഹം കേട്ടിട്ട് ഇങ്ങനെ കാര്യം മനസ്സിലാക്കിയാൽ അതുപോലെ നല്ല ഉഷാറായിരുന്നു ഒരു 2 മാസം, അതുപോലെയാണ് പോകും. ശരിക്കിങ്ങനെ ഉള്ളിലേക്ക് എന്താണ് ഞാൻ പഠിച്ചത്, എങ്ങനെയാണ് ഞാൻ അള്ളാഹിനെ മനസ്സിലാക്കിയത്, അതിങ്ങനെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഗുഹാമുഖത്ത് കല്ലടഞ്ഞപ്പോ, പാറയടഞ്ഞപ്പോ ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ, ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ശരി, അതാകുന്ന കുടുംബത്തിലാണെന്നൊക്കെ ചരിത്രത്തിൽ കാണാം. എന്താവട്ടെ, ഏതായാലും സാഹചര്യം ഒത്തുവന്നു. ആ പെൺകുട്ടി പൈസ ചോദിച്ച് ഇയാളെടുത്ത് വന്നു, പണത്തിന് ബുദ്ധിമുട്ടായ സമയത്ത് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു ചാൻസ് കിട്ടിയതാ, ആരും വീട്ടിലില്ല, ആരും പരിസരത്തില്ല, കാണാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. കേട്ടോ, ഇതൊക്കെ അള്ളാഹനെ ഒഴിച്ചിട്ടാണ് ഈ പറയണത്. കേൾക്കാൻ ആരുമില്ല, കാണാൻ ആരുമില്ല, പൈസ ഞാൻ തരാം, പക്ഷേ നിന്റെ ശരീരം എനിക്ക് വകവെച്ചു തരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവൾ നിശബ്ദയായി, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയുന്നില്ല. അള്ളാഹു എല്ലാ ഷർറിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഹദീസിൽ പ്രയോഗിച്ച വാക്കെന്താരോ, അവളുടെ 2 കാലിനും ഇടയിൽ ഞാൻ ഇരുന്നു. നഊദു ബില്ലാഹ്. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈ ഒരു വാക്ക് കേട്ടപ്പോ, റബ്ബേ, അവളെ സ്പർശിക്കാതെ ഞാൻ എഴുന്നേറ്റോടിപ്പോയത് നിന്റെ പരലോകത്തെ പേടിച്ചിട്ടാ, നിന്നെ ഭയപ്പെട്ടിട്ടാ. ഞാൻ ആ ചെയ്തത് ഒരു സൽക്കർമ്മമാണെങ്കിൽ പടച്ചവനെ ഈ പാറക്കല്ല് നീക്കി രക്ഷപ്പെടുത്തണേ. അല്പം നീങ്ങി. ബാക്കി 2 ആളും പ്രാർത്ഥിച്ചപ്പോഴാണ് മുഴുവൻ നീങ്ങിയത്. ഞാൻ അവിടേക്ക് ഇപ്പൊ പോണില്ല. ഞാൻ എന്തിനാ പറഞ്ഞത്, ഒരു വാക്കിങ്ങനെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു പേടി തോന്നുക. അല്ലാ എന്ന് കേൾക്കുമ്പോ അല്ലേ, ഫുലൈൽ ഇബ്നു അയ്യാദ് കേട്ടിട്ടില്ലേ ചരിത്രം? ഫുലൈൽ ഇബ്നു അയ്യാദ് ആരാ? താബീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാ. അദ്ദേഹം ഒരു, എൻ്റെ നാട്ടിലൊക്കെ ബെറ്റടിക്കുക, ഇവിടെ എന്താ പറയാ, പന്തയം വെക്കുക, അങ്ങനെ പറയില്ലേ? മനസ്സിലായില്ലേ? പന്തയം വെക്കുക. എന്താ പന്തയം വെച്ചെന്നറിയോ? ഞാൻ ഒരു ദിവസം കുറേ സ്ത്രീകളെ വ്യഭിചരിക്കുന്നതാണ്, വല്ലാത്തൊരു പന്തയായി പോയി. ഞാൻ കുറേ സ്ത്രീകളെ സമീപിക്കുമെന്ന പന്തയം. ഇയാൾ ദീനില്ലാത്ത ആളാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല. അയാളുടെ കാഴ്ചപ്പാടില് ഞാൻ കുറേ സ്ത്രീകളെ സമീപിക്കും. അങ്ങനെ കൂട്ടുകാർക്ക് മുമ്പിൽ പന്തയം വെച്ച് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആളാണ് ഫുലൈൽ ഇബ്നു അയ്യാദ്. ഒരു ദിവസം ഇങ്ങനെ നടന്ന് തൻ്റെ ഇംഗിതത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ആരും കിട്ടാതെ വന്നപ്പോൾ ഈ പന്തയത്തിൽ തോൽക്കാതിരിക്കാൻ ഫുലൈൽ ഇബ്നു അയ്യാദ് തീരുമാനിച്ചത്, ആരും ഇല്ലാതെ ഒറ്റക്ക് താമസിക്കുന്ന ഉമ്മക്ക് തുല്യമായ ഒരു സ്ത്രീ വീടിനടുത്തുണ്ട്, അവിടെ പ്രവേശിക്കാൻ തീരുമാനിച്ചു. ഫുലൈൽ ഇബ്നു അയ്യാദ്. നമ്മളിങ്ങനെ ക്ലാസ് കേൾക്കുക, എത്ര ഖുർആൻ ക്ലാസ്സാണ് നമ്മളൊക്കെ കേട്ടത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മാറ്റം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഫുലൈൽ ഇബ്നു അയ്യാദ് ഖുർആൻ ക്ലാസ് പങ്കെടുത്തിട്ടില്ല കേട്ടോ, ക്ലാസ് ഒന്നും കേൾക്കണില്ല. വല്ലാത്തൊരു മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ അവസ്ഥ. എന്നിട്ട് ഈ ഉമ്മക്ക് തുല്യ പ്രായമുള്ള ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പന്തയത്തിൽ ജയിക്കാൻ, എത്ര പ്രായമുള്ള സ്ത്രീ ആകട്ടെ, ഞാൻ ഈ പന്തയത്തിൽ എനിക്ക് ജയിക്കണമെന്ന നിലക്ക് ഈ സ്ത്രീയെ സമീപിച്ച് ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ, ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കി മേഞ്ഞുണ്ടാക്കിയ കുടിലിന്റെ വാതിൽ തുറന്ന് ഫുലൈൽ ഇബ്നു അയ്യാദ് ഒരു വൈകാരിക ഭ്രാന്തനായി അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ ഈ ഉമ്മ സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ഹദീദ്. അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം?
നമ്മളായത്ത് എത്ര പ്രാവശ്യം ഓതിയിട്ടുണ്ട്? നമ്മളെ മനസ്സിനെ പിടിച്ചു കുലുക്കിയോ? നമ്മളെ മനസ്സിനെ പ്രകമ്പനം സൃഷ്ടിച്ചോ? ഈ ആയത്ത് നമ്മുടെ മനസ്സിൽ വല്ല സ്വാധീനം ഉണ്ടാക്കിയോ? അതിന്റെ ഓരോ പദത്തിന്റെയും അർത്ഥ ഗാംഭീര്യം, അതിന്റെ ഡെപ്തിലേക്ക് പ്രവേശിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം ആ വാക്കിന്റെ അർത്ഥം അറിയും. അതിൽ ചോദിച്ചത്, വിശ്വാസികളെ, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരെ, നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളുടെ കൽബുകൾക്ക്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പിടക്കാൻ വിറക്കാൻ സമയമായിട്ടില്ലേ? ഫുലൈല് ഈ വീട്ടിനുള്ളിൽ പുറത്തിയാടി, വീട്ടിൽ കോടി, വിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അറബികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒക്കെ എപ്പോഴും വിരൽ ഉയർത്തും, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ ഇസ്ലാമിലേക്കൊക്കെ വരുമ്പോൾ ആ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ അറബികളൊക്കെ ഇങ്ങനെ പിടിക്കുന്നത്. അത് അള്ളാന്റെ വഹദാനിയത്ത് പറയുമ്പോൾ അതിനെങ്ങനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്. അതോടെ നിസ്കാരത്തിൽ സംശയം ഉണ്ടായത്, അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ തന്നെ വിരൽ ചൂണ്ടാതെ കുറേ മനുഷ്യർ ആദ്യം മുതലേ പോരാൻ കാരണം എന്താ അറിയോ? അത് ചൊല്ലേണ്ടത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴാണ് തോന്നിയതുകൊണ്ടാണ് ആദ്യഘട്ടത്തിലൊക്കെ അവിടെ എത്തുമ്പോഴാണ് വിരൽ ചൂണ്ടിയിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അല്ലേ? ഹദീസിലോ അത്തഹിയാത്തിൽ ഇരുന്ന ഉടനെ വിരൽ ചൂണ്ടലാണ് ഹദീസിലുള്ളത്. പക്ഷെ ആളുകളൊക്കെ എപ്പോഴാ ചൂണ്ടിയിരുന്നത്? അഷ്ഹദു അല്ലാ. അത് നിസ്കാരത്തിൽ നിന്നല്ല, അറബികളുടെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണ് അത് പറയുമ്പോൾ വിരൽ ചൂണ്ട എന്നുള്ളത്. സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. ഫുലൈൽ ബിൻ അയ്യാദ് വിരൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾ നെറ്റിൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഫുലൈൽ ബിൻ ഇയാദ് ഒന്ന് അടിച്ചു നോക്ക്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, ആ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്ക്. അത് എന്നും കരയായിരുന്നു അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ആരോഗ്യമുള്ളൊരു സമയം എനിക്ക് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ ദീനിപരമായ ഇൽമ എനിക്ക് ആരും തന്നില്ല, എനിക്കത് കേൾക്കാൻ എൻ്റെ മനസ്സുണ്ടായില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ഇനി ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് സമയത്ത് വിളിച്ചാലും എൻ്റെ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ശിഷ്ടകാലം പടച്ചവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കരഞ്ഞു പറയുന്ന ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി നീക്കിവെച്ച ഒരാളായി മാറുന്നു ഫുലൈൽ ബിൻ ഇയാദ്. അള്ളാഹു അദ്ദേഹത്തിന് നാളെ പരലോകത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റും പുറത്ത് വലിയ ദറജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു താല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. 5 മിനിറ്റോടെ ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു താല ഖുർആനിൽ ചോദിക്കുന്ന ഒരു മറ്റൊരു ചോദ്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ വിഷയത്തിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുകയാണ്, വേറെ എവിടേക്കും പോകുന്നില്ല. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഫിസിക്സ് അറിയോ എന്നല്ല അതിന്റെ അർത്ഥം. കെമിസ്ട്രി അറിയോ? ബയോ കെമിസ്ട്രി അറിയോ? മാത്തമാറ്റിക്സ് അറിയോ? അല്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് അറിവുണ്ടോ? അതൊന്നും അല്ല ചോദിക്കുന്നത്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും പഠിച്ച ഒരാളും പഠിക്കാത്ത ഒരാളും സമമാകുമോ? അതിന്റെ മേലെന്താ പറഞ്ഞ ആയത്തില്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി. കണ്ടോ ആയത്ത് അങ്ങനെ തുടങ്ങുന്നത്, സാജിദൻ വഖായിമ. ഒരാൾ രാത്രി ഇങ്ങനെ സുജൂദിൽ കിടന്ന് നിന്ന് നമസ്കരിച്ച് സുജൂദിൽ കിടന്ന് രാത്രി ചെലവഴിക്കുന്ന ഒരാള് പോരാ, യഹ്ദറുൽ ആഖിറ, പരലോകത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ചെലവഴിക്കുക. എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്? വയർജു റഹ്മത റബ്ബിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോ, വന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ, പടച്ചവനേ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ, ഇത് സ്വീകരിക്കണേ അല്ലാ, നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. വെള്ളം ചോദിച്ച് വാവിട്ട് കരയുന്ന സന്ദർഭത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരയും നീരും ജലവും കലർന്ന ആ മഞ്ഞ നിറത്തിലുള്ള തിളച്ചു മറിയുന്ന വെള്ളം കുടിപ്പിക്കുന്ന ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് അന്ത്യയാമങ്ങളിൽ സുജൂദിൽ കിടക്കുന്ന മനുഷ്യൻ ഇത് ചെയ്യാത്തവനും ചെയ്തവനും സമമാകുമോ? ഇത് കഴിഞ്ഞിട്ടാ ചോദിച്ചത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അള്ളാഹിനെ കുറിച്ച് പഠിച്ചവർ, അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് പഠിച്ചവർ, അത് പഠിച്ചവരും പഠിക്കാത്തവരും സമമാകുമോ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ആരാണ്? വിദ്യാർത്ഥികളാണ്. ഞാനും നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. നമുക്കിനിയും കുറേ പഠിക്കാനുണ്ട്. നമുക്ക് കുറേ പഠിക്കാനുണ്ട്. നമ്മളൊന്നും പഠിച്ചിട്ടില്ല. കോഴിക്കോട് കടപ്പുറത്തിൻ്റെ അടുത്തത്, അവിടെ ചെന്നിട്ട് ഒരു പിടി മണ്ണ് ഇങ്ങനെ വാരുക. കോഴിക്കോട് കടപ്പുറത്ത് നമ്മളൊക്കെ പോയിട്ടുണ്ട്, ഇനിയും പോകും.
ചാൻസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ പോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. ശരി, അവിടെ ചെല്ലുമ്പോൾ ഒരു പിടി മണ്ണ് ഇങ്ങനെ വാരുക, എന്നിട്ട് മറുകൈയിലേക്ക് ഇങ്ങനെ മാറ്റിയിടുക. ഇടുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് കയ്യിൽ പിടിച്ചിട്ട് കടപ്പുറത്തേക്ക് നോക്കുക. എൻ്റെ കയ്യിൽ കിട്ടിയ മണൽത്തരികൾ ഓരോ കിതാബായി നിങ്ങൾ വിചാരിച്ചോളൂ. ഇത്രയൊക്കെ കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കടപ്പുറത്ത് ഞാൻ വാരിയതിന് ശേഷം കടപ്പുറം അറിയാതെ കിടക്കുന്ന, ഞാൻ വാരിയതറിയാതെ സാഗരമായി കിടക്കുന്ന ആ മണൽത്തരികൾ മുഴുവനും എനിക്ക് പഠിക്കാനുള്ള ഇൽമുകളാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പഠിക്കാത്ത ഒരാൾ നെഞ്ച് നിവർത്തി നിൽക്കും എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുന്ന, മറ്റുള്ളവർക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പാടില്ല എന്നല്ല, അവനിങ്ങനെ നേരെ നിൽക്കും. ആരടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനടാന്ന് പറയും. ആ അങ്ങാടിയിലും മാർക്കറ്റിലും സമയം കഴിഞ്ഞാലും നിൽക്കും അവര് ഇങ്ങനെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തു ചാടും, അയൽവാസികളോട് ബഹളം ഉണ്ടാക്കും, ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരു മരം നിന്നത് പോലെയാണ് അവൻ നിന്നത്. ആ മരത്തിൽ പൂവിടേണ്ട സമയമായി, പൂവിട്ടു, കായ്ക്കനികൾ വന്നു, ആ മരത്തിന്റെ കൊമ്പുകൾ അതിങ്ങനെ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് താന്നു. ഈ പടത്തിന്റെ വെയിറ്റ് കൊണ്ട് താന്നതാണ് എന്നതുപോലെ ഇങ്ങനെ നെകളിപ്പ് കാട്ടി നിന്ന മനുഷ്യൻ ഇൽമ് അവന്റെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് ഇങ്ങനെ വരുമ്പോൾ വിനീതനായി കുനിഞ്ഞു പോകും, വിനീതനായി കുനിഞ്ഞു പോകും. എത്ര ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിലും കുട്ടിയുടെ മുമ്പിൽ പോലും തോറ്റു കൊടുക്കും. എന്താ കാരണം? ഇൽമ് അവന്റെ ശരീരത്തിലേക്ക്, ഇൽമി അവന്റെ ബ്രെയിനിലേക്ക് പ്രവേശിച്ചു. നേരത്തെ കായ്ക്കാതെ നിന്ന മരം നേരെ നിന്നതുപോലെ, പൂവിട്ട് കായ്ക്കരികൾ ഉണ്ടായപ്പോൾ കൊമ്പ് വളഞ്ഞതുപോലെ, ദാ മനുഷ്യൻ ഇങ്ങനെ നെകളിപ്പ് കാട്ടി വല്ലാത്ത തൻ്റെ ഇടം കാണിച്ച് നിൽക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനും ഇൽമും പഠിക്കുമ്പോൾ അവൻ കുനിഞ്ഞു പോകും. പറഞ്ഞതൊരു കുട്ടിയാണ്, പറഞ്ഞത് ശരിയാണെങ്കിൽ ആ കുട്ടിയുടെ മുമ്പിൽ അവൻ തോറ്റുകൊടുക്കും. ശരിയാട്ട മോനെ. മറ്റതെന്താ ചിന്തിക്കാരിയോ? ഇൽമില്ലാത്ത ആള് ഓൻ പറയാൻ, എന്നോട് പറയാൻ ഓൻ ആരാ? അതാണ് അനാനിയത്ത്, ഞാൻ എന്ന ഭാവം. എന്നെ ഉപദേശിക്ക്, ഇതൊക്കെ ഇൽമിന്റെ കുറവാ. ഞാൻ പ്രസിഡന്റാ, ഇതൊക്കെ ഇൽമിന്റെ കുറവാ. അള്ളാന്റെ മുമ്പിൽ എന്ത് പ്രസിഡന്റ്? ഞാൻ സെക്രട്ടറിയാ, ഞാൻ കുറെ കാലമായിട്ട് ഈ ക്ലബിന്റെ പ്രസിഡന്റാ, ഇതിന്റെ കൺവീനറാ, ഇതിന്റെ ചെയർമാനാ, ഞാൻ കോഴിക്കോട് ടൗണിൽ വലിയൊരു ബിൽഡിംഗുള്ള ആളാ. എന്ത് ബിൽഡിംഗ് അള്ളാന്റെ മുമ്പിൽ? 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സ്ഥലമുള്ള, 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സ്ഥലമുള്ള, സൂര്യനെ സംവിധാനിച്ച് അതിനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് സയൻസ് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഉടമക്ക് അള്ളാന്റെ മുമ്പിൽ എന്ത് സ്ഥാനം? പടച്ചോൻ പറയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അള്ളാനെ മനസ്സിലാക്കാതെ വൃത്തികേട് ചെയ്തവനായി നാളെ പരലോകത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തടിമാടനായ ഒരാൾ വന്നാൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഞാൻ അവന് കൊടുക്കില്ല. ഒരു കൊതുകിന്റെ വില കൊടുക്കൂല എന്നല്ല പറഞ്ഞേ, ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വില പോലും ഞാൻ അവന് കൊടുക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്കിതൊക്കെ അറിയാമെന്നൊരു ചിന്ത എന്നെ ഗർവാണ് കേട്ടോ. ഇതൊക്കെ എനിക്കറിയാം, എത്ര ക്ലാസ് കേട്ടതാ, നമ്മളൊക്കെ ഇപ്പം എന്തിനാ അതിന് പോണത് എന്ന ചിന്ത വരെ അഹങ്കാരത്തില. ഒരു ഓടിട്ട വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സൂര്യപ്രകാശം വരും പകൽ സമയത്ത്, ശ്രദ്ധിച്ചിട്ടില്ലേ? കുട്ടികളൊക്കെ പോയിട്ട് ഇങ്ങനെ പിടിക്കും, ഒരു കൈയിന്റെ വണ്ണൊക്കെ ഉണ്ടാവും, ആ ലൈനിങ് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ പൊടി ഇങ്ങനെ പാടി കളിക്കുന്നുണ്ടാവും. കുട്ടികളെ ഇങ്ങനെ പോയി പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും, ഒന്നും കിട്ടിയിട്ടില്ല. ആ പൊടിക്കാൻ അറബി ഭാഷയിൽ ദർറത്ത് എന്ന് പറയാ. ദർറത്ത് അതിന്റെ അർത്ഥം എന്താണ്? ഈ പൊടിയാ. എന്നിട്ട് റസൂൽ പറഞ്ഞെന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബർ. ഈ കുട്ടി പിടിച്ച് കളിച്ച ഈ ലൈറ്റിലെ പാറിക്കളിച്ച, എല്ലായിടത്തും പൊടിയുണ്ട്, അവിടെ മാത്രം ലൈറ്റ് ഇറങ്ങിയപ്പോ കണ്ടതാ. ആ പൊടിയുടെ അളവിന് ഒരാളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ കിടക്കൂലാന്നാ, സ്വർഗത്തിൽ കിടക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാന്റെ ദീന് പഠിക്കാൻ ശ്രമിക്കുക. ഞാനും നിങ്ങളും, സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ എല്ലാവരും, നമ്മളൊക്കെ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു എന്ന് മാത്രം, റബ്ബ് എന്നെയും നിങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ ദീന് പഠിക്കാൻ, നിന്റെ ഇൽമു പഠിക്കാൻ, നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ, നല്ല തഖ്വയോടുകൂടി ജീവിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. അള്ളാഹ്, മക്കൾ പിഴച്ചു പോകുന്ന കാലാണ്. മൊബൈലിലും ചാനലിലും അല്ല, വ്യത്യസ്തമായ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ റബ്ബെ കണ്ണിനെ ചതിച്ചു കളയുന്ന, കാതിനെ ചതിച്ചു കളയുന്ന, വൈകാരിക തലങ്ങളെ തെറ്റായ റൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഈ ആധുനികതയുടെ ഈ പ്രസരിപ്പിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണേ. അള്ളാഹു, ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി വളർത്തുന്ന ഞങ്ങളുടെ മക്കളെ അള്ളാഹുവെ നിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന, ഒരു കല്യാണത്തിന് ശേഷം മക്കളായി
കുടുംബമായി ജീവിക്കുമ്പോൾ അള്ളാഹുവെ ആ മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് കൺ കുളിർമ നീ പ്രദാനം ചെയ്യുന്ന ഒരു കുടുംബമാക്കി ഞങ്ങളെ നീ മാറ്റി അനുഗ്രഹിക്കണേ അല്ലാ. അതാണല്ലോ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്ൻ. ആ കൺ കുളിർമ അള്ളാഹു ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. നമ്മുടെ മക്കളെ ഹാഫിലാക്കാൻ നമ്മൾ ആഗ്രഹിച്ചവരുണ്ട്, പഠിപ്പിച്ചവരുണ്ട്. അള്ളാഹു അതൊക്കെ നീ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പഠിച്ചവർക്ക് അത് നിലനിർത്താനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, നിന്റെ ദീനിനു വേണ്ടി ത്യാഗോജലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുൻഗാമികളെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അൽ ബിദായ വന്നിഹായ എന്ന് പറയുന്ന ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം, യുദ്ധഭൂമിയിൽ സഹാബിയുടെ കൈ ആ ശത്രു വെട്ടിമുറിച്ചു. ഒരു തൊലിയിൽ തൂങ്ങി നിന്നു. വെട്ട് കിട്ടിയിട്ട് എല്ലടക്കം മുറിഞ്ഞ് ഒരു ഭാഗത്തെ തൊലിയിൽ ഇങ്ങനെ തൂങ്ങി. ഉടനെ ആ വാള് ഇടത് കൈയിലേക്ക് മാറ്റി പിടിച്ച് ശത്രുക്കളുടെ വെട്ടിങ്ങനെ തടുക്കുക. ആ മുന്നോട്ട് പോകുമ്പോൾ ഈ കൈ ഇങ്ങനെ ആടിയിട്ട് ഈ ഇടത് കൈയിൽ പിടിച്ച വാൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കുനിഞ്ഞു നിന്ന് ശത്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ കൈ കൊണ്ട് മുന്നോട്ട് നീക്കി കുനിഞ്ഞു നിന്ന് വലത്ത് കാലിൻ്റെ അടിയിൽ ഈ കൈ അമർത്തി പിടിച്ച് പൊട്ടിച്ച് കളഞ്ഞത് അള്ളാഹുവെ നിന്റെ കൂലി ആഗ്രഹിച്ചാണ്. അള്ളാഹുവെ നിന്റെ കൂലി ആഗ്രഹിച്ച അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ. ഉഹദിന്റെ രണാങ്കണത്തിൽ കൈ വേർപെട്ടു പോയ, കാല് വേർപെട്ടു പോയ ഒരു സഹാബിയുടെ പ്രാർത്ഥന ഉണ്ട്. എന്താണ്? സഅദ് റളിയല്ലാഹു പറഞ്ഞതാണ്, പടച്ചോനെ, എൻ്റെ ശത്രുക്കൾ വെട്ടിമാറ്റിയ കാലിന് പകരം നീ സ്വർഗം തരണേ അല്ലാ. ശത്രുക്കൾ വെട്ടിമാറ്റിയ കൈകൾക്ക് പകരം നീ സ്വർഗം തരണേ അല്ലാ. ചുടുന്നെടുത്ത കണ്ണുകൾക്ക് പകരം, അരിഞ്ഞെടുത്ത മൂക്കിന് പകരം, ചെത്തിയെടുത്ത ചെവിക്ക് പകരം എൻ്റെ ശരീരം കുത്തിപ്പൊളിച്ച് കുടൽമാലകൾ ആ മരുഭൂമിയിൽ മണൽത്തരികളിലേക്ക് ചോര പുരണ്ട് കിടക്കേണ്ടി വന്നതിന് പകരം നാളെ പരലോകത്ത് ശുഹദാക്കൾ അതുപോലെ കൊണ്ടുവരുമ്പോൾ നാളെ പരലോകത്ത് അത് വെച്ച് ചോദിക്കുമ്പോൾ നീ തട്ടിക്കളയരുത് റബ്ബെ, സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ആക്കണേ റബ്ബെ എന്ന് ആ സഹാബി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു. അങ്ങനെ സംഭവിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു ആമീൻ പറഞ്ഞു എന്ന് വരെ ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം. അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഞാനൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നൽ നമ്മളെ മനസ്സിനെ ആലസ്യത്തിലേക്ക് കൊണ്ടുപോകരുത്, അലസതയിലേക്ക് കൊണ്ടുപോകരുത്. എനിക്ക് അത്യാവശ്യം ഖുർആന്റെ ആയത്തുകളൊക്കെ അറിയാം. ഞങ്ങൾ നല്ലൊരു ഫാമിലിയായിട്ട് ദീനിബോധത്തിൽ ജീവിക്കുന്നവരാ. ഇത്രയൊക്കെ മതി. ഈ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ വേഷം വളരെ മോശമാണ്, നിസ്കാരമില്ല, തോന്നിവാസങ്ങളൊക്കെയാണ്, അപ്പൊ ഞങ്ങളൊക്കെ എത്ര ഉഷാറാ എന്ന നിലയിൽ നമ്മൾ ആത്മവിശ്വാസത്തിന്റെ മറയിൽ പ്രിയപ്പെട്ടവരെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങാതെ മാറി നിൽക്കരുത്. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവെ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ സൗഭാഗ്യം കിട്ടുന്നവർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുണ്ടക്കയിൽ ചൂരൽ മലയിൽ നിന്ന് ഒലിച്ചുപോയ എൻ്റെ നാടിൻ്റെ പരിസരത്ത് നിന്ന് 270ഓളം മൃതദേഹങ്ങൾ പൂർണ്ണതയോടുകൂടി ഭാഗികമായി കിട്ടിയത് 80 കിലോമീറ്റർ ഇപ്പുറമുണ്ട് ചൂരൽമലയിൽ നിന്ന് എടക്കരയിലേക്ക്. എന്നിട്ട് അവിടുത്തെ ചാലിയാറിൽ നിന്നാണ് 270ലധികം മൃതദേഹങ്ങൾ പൂർണ്ണതയിലും ഭാഗികമായിട്ട് കിട്ടുന്നത്. 1:30 ഒരു ശബ്ദം കേട്ടു, 2:30 ഒരു ശബ്ദം കേട്ടു, പിന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ. 1:30 ശബ്ദം കേട്ട് അവിടുന്ന് രക്ഷപ്പെട്ടവരുണ്ട്, ശരി, അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. 2:30 ശബ്ദം കേട്ടു, ആ മുല കുടിക്കുന്ന കുഞ്ഞൊലിച്ചു പോയി, ഉമ്മ രക്ഷപ്പെട്ടു. വാപ്പാന്റെ കൈ കുറെ പിടിച്ചു നോക്കി, പിടുത്തം കിട്ടിയില്ല. 13 അംഗങ്ങളുള്ള കുടുംബത്തിൽ ഞാൻ മാത്രം ബാക്കിയായി. 17 അംഗങ്ങളുള്ള കുടുംബത്തിൽ ഗൾഫിലുള്ള സഹോദരൻ മാത്രം ബാക്കിയായി. എൻ്റെ വീട് ഇവിടെയായിരുന്നു എന്ന് അവനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോലും ആവാതെ ഇവിടെയാവാനാണ് സാധ്യത, തറയുടെ അടയാളം പോലും ബാക്കി വെക്കാതെ കൊണ്ടുപോയി. അയൽവാസികൾ തമ്മിൽ എത്രയോ കൊല്ലമായി തർക്കത്തിലിരിക്കുന്ന വഴി പ്രശ്നം അവർ രണ്ടുപേരും നാളെ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർക്കും തഹസിൽദാറിനും എഴുതി വെച്ച ലെറ്റർ അടങ്ങിയ അലമാര മാത്രം വെള്ളത്തിൽ ഒലിച്ചു വന്നപ്പോൾ പരാതി എഴുതിയവനും പരാതി ആരെക്കുറിച്ചാണോ പറയാനുണ്ടായിരുന്നത് 2 കുടുംബങ്ങളും വീട് പോലും ബാക്കിയാക്കാതെ മണ്ണിലേക്ക് ലയിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നവരാകണം നമ്മൾ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ശരിക്കും ഇങ്ങനെ നോക്കി കാണുന്ന രംഗാട്ടത്. വയനാട്ടിൽ 1:30 2:30 ഇങ്ങനെ കിടന്ന മനുഷ്യന്മാർ 80 കിലോമീറ്റർ ഇപ്പുറം വന്ന് ചാലിയാറിന്റെ വെള്ളം ഒലിച്ചു പോയ മരത്തിന്റെ കൊമ്പിൽ പുല്ലിന്റെ ഇടയിലൊക്കെ തങ്ങി നിൽക്കുക മയ്യത്ത്. ആയത്തൊന്ന് ഓതി നോക്ക്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നേർക്ക് കണ്ണുകൊണ്ട് കണ്ടതാ, TV കണ്ടതല്ല, നേരെ പോയി കണ്ട കാര്യമായി പറയണത് കേട്ടോ. പുല്ലിങ്ങനെ വെള്ളം ഇറങ്ങിയപ്പോഴേ പുല്ലിലിങ്ങനെ കിടക്കുക. പകുതി പാലത്തിന്റെ മുണ്ടേരി കുറച്ച് ഇപ്പുറത്ത് മമ്പാട് പുള്ളിപ്പാടത്തേക്ക് പോകുന്ന പാലത്തിന്റെ ചുവട്ടിൽ തങ്ങി നിൽക്കുന്ന മരം അവിടുന്ന് നീക്കിയപ്പോൾ ട്രാക്ടർ വന്ന് ചങ്ങലയിട്ട് വലിച്ചപ്പോൾ ആ മരം നീങ്ങിയപ്പോൾ ഒരു ബോഡി ഇങ്ങനെ ഒലിച്ചുകൊണ്ട് തങ്ങിക്കിടക്കുക പല സ്ഥലത്തും.
വമാ തദിരി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, നീ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല സുഹൃത്തേ എന്ന് ഖുർആൻ അല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിക്കാൻ തയ്യാറാവുക, ചിന്തിക്കാൻ തയ്യാറാവുക. അള്ളാഹുവിൻ്റെ ദീനി രംഗത്ത്, പ്രബോധന രംഗത്ത് നമുക്കൊക്കെ ഇനിയും സംസാരിക്കാനും ആഫിയത്തോടു കൂടി മുന്നോട്ട് പോകാനും ഇൽമ് നേടാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ട ഉപ്പ ഉമ്മമാരുടെ, ജ്യേഷ്ഠാനിയന്മാരുടെ, മക്കളുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കളുടെ കൂടെ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, കടത്തിൽ കുടുങ്ങിയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ഹലാലായ മാർഗത്തിൽ രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ക്രയവിക്രയങ്ങളിൽ, ബിസിനസ്സിൽ നിന്റെ റഹ്മത്തും ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. തെറ്റി നിൽക്കുന്നവർ, പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കമാക്കി അള്ളാഹുവെ നിന്റെ ദീനിനു വേണ്ടി ക്ഷമിച്ച് ഈ ഐഹികമായ നൈമിഷികമായ ലോകത്ത് ചെറുതാണെന്ന് മനസ്സിലാക്കി ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പിന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും സഫ്വാൻ അല്ലേ, പറഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ സമയമായി, ഡേറ്റൊക്കെ എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്താണ്, കുറച്ച് ദൂരത്താണ്. പക്ഷേ നമ്മുടെ മക്കൾ ഇന്ന് നമുക്ക് ഈ ആദർശ പ്രബോധന രംഗത്ത് നമുക്ക് നേതൃത്വം നൽകാൻ കുറേ ഡോക്ടർമാരുണ്ട്, കുറേ എഞ്ചിനീയർമാരുണ്ട്, പാരാമെഡിക്കൽ രംഗത്ത് പഠിച്ചവരുണ്ട് കേട്ടോ, പോളിടെക്നിക്കിൽ പഠിച്ചവരുണ്ട്. എങ്ങനെ ഉണ്ടായി? ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുണ്ടായ മാറ്റാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന നമ്മുടെ ഈ പ്രത്യേകമായ വിദ്യാർത്ഥികളുടെ, പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കുട്ടികളെ രജിസ്റ്റർ ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ സമയമാണ്. സംഘാടകരുമായി ബന്ധപ്പെടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.